ഹലോ, വെൽക്കം ടു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ടു ലൂസ് വെയിറ്റ്. 64 kg ആയിരുന്ന ഞാൻ 59 kg എത്താൻ കാരണം ഏകദേശം ഈ ഒരു റുട്ടീനൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം മിക്ക ദിവസവും രാവിലെ ക്യാരറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജ്യൂസ് കുടിച്ച് തുടങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് ക്യാരറ്റും ആപ്പിളും ചിയ സീഡ്സും ആയിരുന്നു. ഇത് സ്കിന്നിനും നല്ലതാണ്, ഇമ്മ്യൂണിറ്റിക്കും നല്ലതാണ്. ജിമ്മിലെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഹൈ പ്രോട്ടീൻ ലോ കാർബ് രീതിയൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടി വൈറ്റമിൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ശരീരം തളർന്നു പോകും. ഇനി ഏത് മൾട്ടി വൈറ്റമിൻസ് ആണ് മേടിക്കേണ്ടതെന്ന് ഡൗട്ടുള്ളവർക്ക് ഈ A to C മേടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് നമ്മുടെ ബ്രസീലിയൻ കൊളീഗിന്റെ വീട്ടിലായിരുന്നു. അവരൊരു അടിപൊളി ബ്രസീലിയൻ ബാർബിക്യൂ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രസീലിയൻ ബാർബിക്യൂസ് ഈ ഫറോഫ എന്ന് പറഞ്ഞ മിക്സ്ചർ ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഇത് അവർ പ്രത്യേകം ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ സത്യമാണ്, ഓരോ മീറ്റും നമ്മൾ ഈ ഫറോഫ എന്ന് പറഞ്ഞ മിക്സ്ചറിൽ കോട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചിട്ട് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബ്രസീലിയൻ ബാർബിക്യൂസിന്റെ ഒരു ഇന്നവിറ്റബിൾ പാർട്ടാണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. കൈപ്പറൂസ്ക്യ കൈപ്പരീന്യ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതുപോലെ തന്നെ അവരുടെ റൈസും സൈഡും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ലഞ്ച് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിന്നർ സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടിപൊളി ഒരു ഡേ എൻജോയ് ചെയ്തു. അപ്പോൾ ബൈ.